കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അവൻ കർത്താവിനെ കാണിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശം ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ കരുതലിനും കരുണയ്ക്കുമായി ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു പ്രവചന ശബ്ദം കൈമാറിയത്. ആമേൻ. അത് നിങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തിപരമായുള്ള പ്രാർത്ഥനകൾ കുറച്ചിട്ട്, അതായത് വ്യക്തിപരമായുള്ള ആവശ്യങ്ങളുടെ മേലുള്ള പ്രാർത്ഥന കുറച്ചിട്ട് ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. ഇതൊരു വല്ലാത്ത കാലമാകയാൽ, ദുഷ്കാലമാകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച ഞാൻ ആരാധന കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയം, ഞാനൊന്ന് അല്പം മയക്കത്തിൽ ഞാൻ കിടക്കുന്ന സമയം ഞാനൊരു ദർശനം കാണുന്നു. ഞാനൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ അറിയുന്നൊരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ഒരു വെയിലുള്ള സമയമാണ്. പക്ഷേ പെട്ടെന്ന് ഇരുട്ടാകുന്നു, പിന്നെ വെളിച്ചം വരുന്നു, പിന്നെ ഇരുട്ടാകുന്നു. അങ്ങനെ ഒരു സംഭവം, പെട്ടെന്നൊരു വെളിച്ചത്തിന് വ്യത്യാസം വരുന്നു. ഞാൻ അവൾ പറഞ്ഞ എന്തോ സംഭവിക്കാൻ പോകുന്നല്ലോ എന്ന് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവരുടെ മുറ്റം കിടന്ന് വിറയ്ക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അവർ മുറ്റം കിടന്ന് വല്ലാതെ വൈബ്രേഷൻ ചെയ്യുന്നു. നോക്കിയപ്പോൾ ആ മുറ്റത്ത് കിടക്കുന്ന പൊടികൾ ഇങ്ങനെ നിലം തൊടാതെ ഇങ്ങനെ വിറച്ച് പൊങ്ങി വിറയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആ വിധത്തിൽ ഒരു സംഭവം ഞാൻ കണ്ടു. ഞാൻ എന്താ സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വീട്ടിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ വീണ്ടും ദിവസം കർത്താവ് എന്താണ് കാണിച്ച സംഭവം എന്ന് ചോദിച്ച് ഞാൻ കർത്താവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുന്ന പദം ഞാൻ കൈമാറുന്നു. വേഗത്തിൽ ഞാൻ കൈമാറുക. ദൈവമക്കൾ ഇത് വളരെ ഭാരത്തോടെ, ഭയത്തോടെ ഈ വിഷയം പ്രാർത്ഥിക്കുക. എത്ര പെയിൻഫുള്ളായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇന്ന് രാത്രി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ 10-ാം തീയതി വെളുപ്പിനെ ആണ് ഞാൻ 2:10 മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത്. ആമേൻ. ഈ ഉറക്കം കളഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ റീസൺ, വേഗത്തിൽ ദൈവജനത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെടുത്ത് ഈ മെസ്സേജ് എത്തട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, എനിക്കറിയാം. ഒത്തിരി പേരേക്ക് മെസ്സേജ് വിടാറുണ്ട്. ആമേൻ. ദൈവദാസനെ, പാസ്റ്ററെ, ബ്രദറെ, സഹോദര, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയുടെ ആത്മാവിനെ നിങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. ആമേൻ. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. നമ്മുടെ ഭാരതത്തിൽ ആമേൻ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവിനെ കാണിച്ചത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ അതിനുള്ള സൈൻ, അതിനുള്ള തെളിവ് എന്താ നീ ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്ന ദർശനം വലിയ ബിൽഡിംഗ് തകർന്നു കിടക്കുന്ന ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ദൈവമക്കൾ, പ്ലീസ് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ, ആമേൻ. ഇതിനകത്ത് പെന്തക്കോസ്തുകാരനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും ഇല്ല. ആമേൻ. ഒരു ഭൂകമ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ നമ്മൾ എല്ലാവരും അതിനകത്ത് പെടും. ആമേൻ. നമുക്ക് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാകത്തില്ല, എല്ലാവരും പെടും. ആമേൻ. ദൈവത്തെ പ്രാർത്ഥിക്കുക. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്: പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവം സംരക്ഷിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധി ഇടിവിൽ നിൽക്കുന്ന ദൈവജനത്തെ കർത്താവ് സൂക്ഷിക്കും, കർത്താവ് കരുതും. അത് ഷുവർ, അതിന് മാറ്റമില്ല. ദൈവം കരുതിയിരിക്കും. ഏത് വലിയ അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് തൻ്റെ മക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അവൻ സംരക്ഷിക്കും. ആമേൻ. ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ആമേൻ. ദൈവങ്ങളെ അതിൻ്റെ ഗൗരവം പലരും കളിയാക്കുന്നവരുണ്ട്, ഇതിനെതിരെ പറയുന്നവരുണ്ട്. അത് അവരുടെ ഡ്യൂട്ടി, അവർ ചെയ്യട്ടെ. പക്ഷെ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരെ, സഹോദര, സഹോദരി, നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക.
ഉപവസിക്കാൻ പറ്റുന്നതിന് ഉപവസിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, ജോലി, കടഭാരം, രോഗം, ഇതെല്ലാം ആവശ്യം കേട്ടോ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇതിനേക്കാളും വലുതായി നിങ്ങൾ ഈ വിഷയത്തെ കാണുക. നിങ്ങൾ മറ്റത് പ്രാർത്ഥിച്ചു, പക്ഷേ ഇതിനെ കാണുക. ആമേൻ. എല്ലാം ഉണ്ടായിട്ട് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. ആമേൻ. എന്നെ വ്യക്തമായ ദൈവാത്മാവ് കാണിക്കുന്ന സംഭവമാണ് ബിൽഡിങ് തകർന്നു വീണ് കിടക്കുന്ന ഒരു സംഭവം എന്നെ കാണിക്കുന്നത്. ബിൽഡിങ് ആദ്യം കാണിക്കുന്നത് എനിക്കൊരു ബിൽഡിങ്ങിൻ്റെ അകമാണ് കാണിക്കുന്നത്. അകം തകർന്നു കിടക്കുന്നു. അപ്പോൾ എനിക്കത് അത്ര വ്യക്തതയില്ല. നമ്മുടെ കർത്താവേ പ്ലീസ് എനിക്ക് വ്യക്തമായി കാണണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുക ഒരു വലിയ ബഹുനില ബിൽഡിങ് ഇടിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം, ഈ അടിച്ചില് വീഴുന്ന പോലെ ഇടിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവം ദൈവം കാണിച്ചു. മക്കളെ സംഭവിക്കാൻ പോകുക. ഞാൻ പറഞ്ഞു കർത്താവേ ദേശത്തോട്, രാജ്യത്തോട് കരുണ തോന്നണം. ഇത് വേഗത്തിൽ മെസ്സേജ് കൈമാറാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് ഞാൻ അയക്കുന്നത്. ഈ രാത്രി 2:15 കഴിഞ്ഞ സമയത്ത് ഇരുന്ന് ഈ റെക്കോർഡ് ചെയ്ത് ഉറക്കടച്ച് റെക്കോർഡ് ചെയ്യുന്നത് ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും ദൈവത്തെ അറിയണം, കർത്താവിൻ്റെ വരവിന് ഒരുങ്ങണം, ആരും കൈവിടപ്പെട്ടു പോകരുത്. ദൈവജനം പ്രാർത്ഥിച്ചാൽ കർത്താവ് വിഷയത്തിൽ കരുണ കാണിക്കും, അതിൻ്റെ തീവ്രത കുറയും. മാറ്റേണ്ടതാണെങ്കിൽ കർത്താവ് മാറ്റും. ആമേൻ. അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ ഇടപെടുന്നത് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വെനിസ്വേലയിലുണ്ടായ ആ ഭൂമികുലുക്കം പോലെ വീണ്ടും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അവിടെ ഇപ്പോഴും മരിച്ചവരുടെ എണ്ണം തിട്ടപ്പെട്ടിട്ടില്ല. ആമേൻ. എൻ്റെ കണക്ക് വ്യക്തതയല്ല. ആയിരക്കണക്കിനാണ് ജനങ്ങൾ മരിച്ചിരിക്കുന്നത്. അതുപോലത്തെ സംഭവം വീണ്ടും ലോക രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ആമേൻ. അതുപോലെ ലോകം നടുങ്ങുന്ന ഒരു സംഭവമാണ് അതിനോട് കർത്താവ് പറഞ്ഞത് വീണ്ടും ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വെനിസ്വേലയിലുണ്ടായ ഭൂകമ്പം പോലെ 10,000 മരണപ്പെട്ട ഭൂകമ്പം പോലെ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, പ്ലീസ്. ദൈവജനം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. ആമേൻ. നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാരതത്തിൽ ആമേൻ ഭൂമികൾക്കുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കണം. ആമേൻ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കൈമാറിയിരുന്നു. ഭാരതത്തിൽ 6.4 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂമികുലുക്കം ഉണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ദൈവശബ്ദം കൈമാറിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കാശ്മീരും ആസാമിലും 4.5 സംതിങ് തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് ന്യൂസ് കേൾക്കുന്നു. ദൈവമക്കളെ, ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ അതിന് മാറ്റം ഉണ്ടാകത്തില്ല. നമ്മുടെ ഭാരതത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഭാരതത്തോട് കർത്താവേ കരുണ തോന്നണമേ, കേരളത്തോട് കർത്താവേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നു. ഭൂമികുലുക്കം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാരതത്തിൽ ഭൂമികുലുക്കം ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. കാരണം ഇത് കേരളത്തിൽ സംഭവിക്കുമ്പോൾ പലയിടങ്ങളിൽ നമുക്ക് അണക്കെട്ടുകളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ സംഭവിച്ചു പോയാൽ നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപ്പുറമായിരിക്കും ഉണ്ടാകാൻ പോകുന്ന ദുരന്തം. ആമേൻ. ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവേ കരുണ തോന്നണമേ, എൻ്റെ തീവ്രത കുറയ്ക്കണമേ, മനസ്സറിയണമേ എന്ന് ഇടിവിടുന്ന് പ്രാർത്ഥിക്കാം. ജനത്തിന് മാനസാന്തരവും രൂപാന്തരവും ഉണ്ടാകട്ടെ. കേരളത്തിൻ്റെ അഹങ്കാരം കുറയട്ടെ. കേരളത്തിലുള്ള ജനത്തിൻ്റെ അഹങ്കാരം കുറയട്ടെ. ആമേൻ. ദൈവം കരുണ കാണിക്കാൻ പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് അതിലൊരു കാര്യം ഇടപെടുന്നൊരു കാര്യം ദൈവജനം പ്രാർത്ഥിക്കണം. ആ വിഷയത്തിന് വേണ്ടി ആമേൻ. മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവജനം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ, അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല. എന്നെ പലപ്പോഴും അവർ മെസ്സേജ് ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചോദിക്കും. അവർക്കുള്ള മറുപടിയാണ് ഇന്ന് രാത്രി പരിശുദ്ധമായി ഞാൻ കൈമാറുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആ ഭാഗത്തുള്ള ജനങ്ങൾ അവർ രാത്രിയിൽ ഉറങ്ങിയിട്ട് നാളുകളായി. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗമേ കരുണ തോന്നണമേ. തമിഴ്നാട് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്ന ഒരു സമയത്താണ് നിൽക്കുന്നത്. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്ന സംഭവം
അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന അതിൻ്റെ ചുറ്റും ഉള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് വലിയ വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു. 40 അടി 142 അടി 140 അടി 135 അടി ആ ലെവലിൽ വന്നെങ്കിൽ മാത്രമേ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത്രയും അടി വെള്ളം ഉണ്ടാകാതെ വെള്ളം ഡാമിൻ്റെ പകുതിയോളമായി പോകുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ഉണ്ടാകാൻ പോകും. ആ ഭാഗങ്ങളിൽ വലിയ വരൾച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സംഭവം ഉണ്ടാകും. ആമേൻ. ദൈവജനം പ്രാർത്ഥിക്കുക, ദൈവഹിതമല്ലാതൊന്നും സംഭവിക്കരുത്, ദൈവഹിതമാകുന്ന സംഭവിക്കാൻ ദൈവജനം പ്രാർത്ഥിക്കുക. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനമുണ്ട്. ഒത്തിരി പേരുടെ കണ്ണീരുണ്ട്, ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട്. ദൈവം പ്രാർത്ഥനയെ മറികടക്കത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്, ആ മുല്ലപ്പെരിയാർ ഡാം, ആ ഡാമിൻ്റെ വിഷയത്തിൽ നീക്കുപോക്ക് ഉണ്ടാകാൻ പോകുന്നു. ആരെത്ര മസിൽ പിടിച്ചാലും, എത്ര നിയമങ്ങൾ, എത്ര എഗ്രിമെൻറ്റുകൾ, എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു തമിഴ്നാടിനും ഒരു കേരളത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം കൈകാര്യം ചെയ്യും, ദൈവം ചെയ്യേണ്ടതുപോലെ ചെയ്യും. പക്ഷേ ചില ആൾക്കാർ ആ വിഷയത്തിൽ ചില സ്ട്രഗിള്, ചിലപ്പം ഈ ഉണക്ക് വന്നാൽ, വറവ് വന്നിട്ടുണ്ടെങ്കിൽ അല്പം സ്ട്രഗിൾ നേരിടേണ്ടി വരും. പക്ഷേ അത് നന്മയ്ക്കായിരിക്കും. ഏമേൻ. ആ ഭാഗങ്ങളിൽ അവർക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടാകാൻ പറ്റാത്ത രീതിയിൽ ആ ഡാമിൽ വെള്ളം കുറയും. വെള്ളം ഒരു വരൾച്ചയിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കുക, ദൈവഹിതം അതത് നടക്കട്ടെ. കർത്താവ് സംരക്ഷിക്കുന്നുകൊണ്ടും കർത്താവ് സൂക്ഷിക്കുന്നത് കൊണ്ടുമാണ് അനേകരുടെ പ്രാർത്ഥനയാണ് ഇപ്പോഴും ഒരു അപകടം സംഭവിക്കാതെ നിൽക്കുന്നത്. ദൈവജനം പ്രാർത്ഥിക്കുക. വേഗത്തിൽ നിങ്ങൾ ഈ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുക. ആമേൻ. മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. ആമേൻ. പലരും പറയുന്നു ഇത് പൈസ ഉണ്ടാക്കുന്ന മാർഗമാണ്. പ്ലീസ് അല്ല. ഈ യൂട്യൂബ് ഇതിനകത്തൊന്നും ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറോ QR കോഡോ ഗൂഗിൾ പേ നമ്പറോ ഒന്നും കൊടുത്തിട്ടില്ല. പ്ലീസ്, എന്നോട് ദൈവം കൈമാറുന്ന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. അത് പറയാൻ കാരണം പൊതുജനം വേറെ ചിന്തിക്കരുത്. കൈമാറാൻ കാരണം എനിക്ക് വരുന്ന കമൻറ്റുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനം പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ആമേൻ. കർത്താവ് നമ്മുടെ ഭാരതത്തെ, കേരളത്തെ സംരക്ഷിക്കട്ടെ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.